മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ഐറ്റം വടയുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു വടയാണിത്, റവ വട. അതിന് വേണ്ട ചേരുവകൾ: റവ 300 ഗ്രാം, സവാള എരിഞ്ഞത് 2 എണ്ണം, ഉരുളക്കിഴങ്ങ് ചെറുതാക്കി നീളത്തിൽ എരിഞ്ഞത് ചെറുതൊന്ന്, പച്ചമുളക് എരിഞ്ഞത് 2 എണ്ണം, വെളുത്തുള്ളി ചതച്ചത് 3 അല്ലി, കടലമാവ് 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പാചക എണ്ണ ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, കറിവേപ്പില 3 ഇതൾ. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. റവയും കടലമാവും ഒരു പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഒഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കുക. വെള്ളം കൂടിപ്പോകരുത്. അതിലേക്ക് സവാള എരിഞ്ഞതും ഉരുളക്കിഴങ്ങ് എരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് എരിഞ്ഞതും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എല്ലാ ചേരുവകളും ഒരുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് അല്പം ഉപ്പ് ചേർത്താൽ മതിയാകും. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. 10 മിനിറ്റോളം സമയം അതങ്ങനെ വെക്കണം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാത്രം അടുപ്പിൽ വെക്കുക. ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് കൈകൊണ്ട് വട്ടത്തിൽ പരത്തി ഇട്ട് കൊടുക്കുക. ഇതുപോലെ വേണം ഉണ്ടാക്കിയെടുക്കാൻ. നടുഭാഗം ഉയർന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കരുത്. ഉൾഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാനാണ് അല്പം പരത്തി ഉണ്ടാക്കുന്നത്. വേഗത്തിൽ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. 2 ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല മുരുമുരാന്നുള്ള റവ വട റെഡിയായി. കറുമുറെ കഴിക്കാൻ ഏറെ സ്വാദുള്ളൊരു വടയാണിത്. ഇതിൻ്റെ പ്രത്യേകമായ സ്വാദ് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമാവും. വ്യത്യസ്തമായ രുചിയിലുള്ള വടയാണ് നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളിതുണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത്. മറ്റൊരു സൂപ്പർ വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.